സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കാന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എക്സിക്യൂട്ടീവ് പ്രൊഡക്ട്സ് ആൻഡ് എലിമിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ വേറൊരു ടോപ്പിക്കുമായിട്ടാണ്. കുറെ കാലമായി നിങ്ങൾ എക്സിക്യൂട്ടീവ് പ്രൊഡക്ട്സ് ആൻഡ് എലിമിനേഷൻ എന്ന് പറഞ്ഞിട്ട് തല തിന്നാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഇതോടെ ഞാൻ ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത് ഇതിലെ ലാസ്റ്റ് ടോപ്പിക്കായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഈ ചാപ്റ്ററിൽ ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ഞാൻ അത് വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റെഗുലേഷൻ ഓഫ് കിഡ്നി ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ്. അപ്പോ റെഗുലേഷൻ ഓഫ് കിഡ്നി ഫംഗ്ഷൻ എന്ന് പറയുന്ന ചെറിയ ടോപ്പിക്കാണ്. അപ്പൊ അതിൽ മെയിൻ ആയിട്ടും വരുന്നത് 3 മെക്കാനിസം ആണ്. ഈ 3 മെക്കാനിസത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമുക്കറിയാം, നമ്മുടെ കിഡ്നിയിൽ നമുക്കറിയാം ഒരു ദിവസം നമ്മൾ എത്ര GFR എന്ന് പഠിച്ചു. അപ്പൊ അതിൽ വരുന്ന നെഫ്രോൺസിൽ വരുന്ന ഫംഗ്ഷൻസ്, ട്യൂബുലാർ സെക്രീഷൻ, റീഅബ്സോർപ്ഷൻ, കുറെ നൂലാമാലകൾ, കൗണ്ടർ കറന്റ് മെക്കാനിസം. അപ്പോ ഈ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്തോണ്ടിരിക്കണം? റെഗുലേറ്റ് ചെയ്തോണ്ടിരിക്കണം. അതുപോലെ അതായത് നമുക്ക് ബോഡിക്ക് ഒരു എന്താ പറയാ കോൺസ്റ്റന്റ് ആയിട്ടുള്ള യൂറിൻ ഔട്ട്പുട്ട് മെയിൻറ്റെയിൻ ചെയ്തോണ്ടിരിക്കണം. അതുപോലെ തന്നെ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, അതൊക്കെ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റന്റ് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ ഒരു നോർമൽ അഡൽട്ടിൽ നമുക്ക് വരുന്ന ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കറിയാം 125 ml per minute അല്ലെങ്കിൽ 180 ലിറ്റർ പെർ ഡേ ആണ് എന്തെന്ന് പറയുന്നത്, നോർമൽ GFR എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു നോർമൽ GFR എന്ത് ചെയ്യണം? കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ആ നോർമൽ GFR കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? എഫക്റ്റീവ് ആയിട്ടുള്ള വേസ്റ്റ് റിമൂവൽ നമ്മുടെ ബോഡിയിൽ നടക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ യൂറിന്റെ കോൺസെൻട്രേഷൻ അതും നമ്മൾ എന്ത് ചെയ്യണം? കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. അത് എപ്പോഴും കോൺസ്റ്റന്റ് ആവണമെന്നില്ല. അത് നമ്മൾ വരുന്നത്, അതായത് ഇപ്പോ ബോഡിയിലെ വെള്ളത്തിന്റെ ഡിമാൻഡ് അനുസരിച്ച് നമ്മുടെ ബോഡിയിലെ സൊല്യൂട്ട്സിന്റെയും അതുപോലെ തന്നെ വാട്ടറിന്റെയും കോൺസെൻട്രേഷൻ അനുസരിച്ചാണ് നമ്മുടെ യൂറിന്റെ കോൺസെൻട്രേഷൻ വരുന്നത്. അതായത് എത്രത്തോളം യൂറിൻ കോൺസെൻട്രേറ്റഡ് ആണെന്നുള്ളത് വരുന്നത്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഓരോ മിനിറ്റിലും നമ്മുടെ ബോഡി അല്ലെങ്കിൽ ആ ഒരു കിഡ്നിയുടെ ആ ഒരു ഫംഗ്ഷൻ, എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം, അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യുന്ന 3 മെക്കാനിസംസിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോ കിഡ്നി ഫങ്ഷൻസ് ഈസ് റെഗുലേറ്റഡ് മെയിൻലി ബൈ 3 മെക്കാനിസംസ്. 3 മെയിൻ മെക്കാനിസംസ് ആണ് അവിടെ വരുന്നത്. അതില് മെയിൻ ആയിട്ടും, അതായത് ഈ പറയുന്ന സാധനങ്ങളെല്ലാം മെയിൻ ആയിട്ടും ഹോർമോണൽ കൺട്രോളുകളാണ്, ഹോർമോണൽ ഫീഡ്ബാക്ക് സിസ്റ്റംസ് ആണ് ഈ 3 എന്ന് പറയുന്നത്. അപ്പോ ഈ 3 നമുക്ക് ഒന്ന് ജസ്റ്റ് പരിചയപ്പെട്ട് വെക്കാം, പേര് പരിചയപ്പെട്ട് വെക്കാം. ആദ്യത്തെയാണ് എന്തെന്ന് പറയാൻ, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരാളാണ്. നമ്മള് ഒരുപാട് വട്ടം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോ ആദ്യത്തെയാണ് എന്ത്? ADH അല്ലെങ്കിൽ ആന്റി ഡയൂററ്റിക് ഹോർമോൺ. വേറൊരു നല്ല പേരുണ്ട് ഇങ്ങേർക്ക്, എന്താണ്? വാസോപ്രസിൻ. ADH അല്ലെങ്കിൽ ആന്റി ഡയൂററ്റിക് ഹോർമോൺ അല്ലെങ്കിൽ വാസോപ്രസിൻ. അപ്പൊ ഇങ്ങനെ എന്ന് പറയുന്നത്, ഇങ്ങനെ ഫംഗ്ഷൻസ് നമ്മൾ എന്ത് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ സെക്രീഷനിൽ പഠിച്ചു, കൗണ്ടർ കറന്റ് മെക്കാനിസംസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ADHന്റെ ഫംഗ്ഷൻസ്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. മുമ്പ് നമുക്ക് ആ 3 മെക്കാനിസംസ് ഒന്ന് പേര് പരിചയപ്പെടാം. പിന്നെ വരുന്നതാണ് RAAS അല്ലെങ്കിൽ റാസ് മെക്കാനിസം എന്ന് പറയുന്നത്. റാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ മെക്കാനിസം ആണ് എന്തെന്ന് പറയുന്നത്, റാസ് മെക്കാനിസം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് ആട്രിയൽ നാട്രി യൂറിറ്റിക് ഫാക്ടർ. പിന്നെ വരുന്ന 3ാമത്തെ മെക്കാനിസം ആണ് എന്ത്? ആട്രിയൽ നാട്രി യൂറിറ്റിക് ഫാക്ടർ എന്ന് പറയുന്നത്. ഈ 3 ഹോർമോണൽ മെക്കാനിസം, ഈ 3 ഹോർമോണൽ ഫീഡ്ബാക്ക് സിസ്റ്റംസ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കിഡ്നി ഫംഗ്ഷനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഇവർ ഓരോന്നും എന്താന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് മെക്കാനിസത്തിനെ കുറിച്ച് പഠിക്കാം. അതാണ് നമ്മുടെ ADH അല്ലെങ്കിൽ ആന്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു സെനേറിയോ, അതിനെ കുറിച്ച് അതായത് ഒരു ADHനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്കൊരു സെനേറിയോ നോക്കാം. സെനേറിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ഒരു സെനേറിയോ. യു ആർ സ്റ്റഡിങ് ഫോർ എ ലോങ് ടൈം, യു ഫോർഗോട്ട് ടു ഡ്രിങ്ക് വാട്ടർ. നിങ്ങൾ വെള്ളം കുടിക്കാൻ മറന്നുപോയി. അപ്പൊ കുറെ നേരമായിട്ട് നിങ്ങൾ വെള്ളം കുടിക്കും. 8 മണിക്കൂർ കണ്ടിന്യൂസ് സ്റ്റഡി ആൻഡ് യു ഫോർഗോട്ട് ടു ഡ്രിങ്ക് വാട്ടർ ഫോർ 8 ലോങ് അവേഴ്സ്. നിങ്ങൾ വെള്ളം കുടിക്കാൻ മറന്നുപോയി എന്നുള്ളത് വിചാരിക്കുക. അങ്ങനെ വെള്ളം കുടിക്കാൻ മറന്നുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആവും. അങ്ങനെ ഡീഹൈഡ്രേറ്റഡ് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ബോഡിയിലെ വാട്ടർ കൺസേർവ് ചെയ്യണം, അല്ലെ?
എക്സിസ്റ്റിംഗ് വാട്ടറിനെ നമ്മൾ കൺസേർവ് ചെയ്യണം, യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്ത് പോവാതിരിക്കാനായിട്ട് നോക്കണം. അപ്പൊ അത്തരം ഒരു സിനേറിയോയില് നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിന് ഇത് കാണുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന ആളാണ് എന്ത്, ADH എന്ന് പറയുന്നത്. അപ്പോ ADH റിലീസ് ചെയ്യപ്പെടുന്നത് എവിടെയാണ്? ശരിക്കും അത് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത് ഹൈപ്പോതലാമസിൽ നിന്നാണ്. ഹൈപ്പോതലാമസ് ഓർമ്മയുണ്ട്, ഒരു ചെറിയ ബ്രെയിനിന്റെ അവിടെ വരുന്നത് ചെറിയൊരു നമ്മുടെ എന്താണ് ഗ്ലാൻഡ് ആണ് എന്തെന്ന് പറയുന്നത്, ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. അപ്പൊ ഹൈപ്പോതലാമസ് ആണ് എന്ത് ചെയ്യുന്നത്? അപ്പൊ ഹൈപ്പോതലാമസിൽ നിന്ന് എന്ത് റിലീസ് ചെയ്യപ്പെടുന്നു? നമ്മുടെ ADH. അപ്പൊ അത് പിന്നെ എന്ത് ചെയ്യും? ഹൈപ്പോതലാമസിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബേസിക്കലി ബീങ് സ്റ്റോർഡ് ഇൻ ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ് എന്ത് ചെയ്യപ്പെടുന്നത്? ഈ ADH സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ADH എന്താണ്? ഇറ്റ് ഈസ് ആന്റി ഡയൂററ്റിക് ഹോർമോൺ. അതിന്റെ വേറൊരു പേരാണ് വാസോപ്രസിൻ. is basically secreted by the hypothalamus and it is being stored in the posterior pituitary. അപ്പൊ വാട്ടർ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ, വാട്ടർ ലെവൽ കുറയുന്നു എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും? നമ്മുടെ ബോഡി ഡീഹൈഡ്രേഷന് പോകുന്നു, ബ്ലഡിന്റെ കോൺസെൻട്രേഷൻ, ബ്ലഡിന്റെ കോൺസെൻട്രേഷൻ കൂടി വരുന്നു, അതായത് ബ്ലഡിലെ വാട്ടർ കണ്ടന്റ് കുറഞ്ഞു വരുന്നു എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ ഈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നും എന്ത് ചെയ്യും? ഈ ADH ബ്രെയിൻ എന്ത് ചെയ്യും? സിഗ്നൽസ് സെൻഡ് ചെയ്യും. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നും എന്ത് ചെയ്യും? ADH സെക്രീറ്റ് ചെയ്യപ്പെടും, അതായത് ആന്റി ഡയൂററ്റിക് ഹോർമോൺ സെക്രീറ്റ് ചെയ്യപ്പെടും. ADHന്റെ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു. മെയിൻ ആയിട്ടും വരുന്നത് എവിടെയൊക്കെയാണ്? ഡിസ്റ്റൽ കോൺവല്യൂട്ടഡ് ട്യൂബിൾ DCT-യിലും അതുപോലെ തന്നെ എവിടെയാണ് വരുന്നത്? കളക്ടിംഗ് ഡക്റ്റിലുമാണ് വരുന്നത്. ADHന്റെ ഫംഗ്ഷൻ മെയിൻ ആയിട്ട് എവിടെയാണ് വരുന്നത്? ഡിസ്റ്റൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലും കളക്ടിംഗ് ഡക്റ്റിലുമാണ് മെയിൻ ആയിട്ടും ADHന്റെ ഫംഗ്ഷൻ വരുന്നത്. അവിടെ ചെന്നിട്ട് ADH എന്താ ചെയ്യുന്നത്? ADH പ്രത്യേക തരം എന്തുണ്ടോ വാട്ടർ ചാനലുകൾ സൃഷ്ടിക്കും. ആ വാട്ടർ ചാനലുകളെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? അക്വാ പോറൻസ് എന്ന് വിളിക്കുന്നത്. എന്താ നമ്മൾ അവരെ വിളിക്കുക? അക്വാ പോറൻസ്. അക്വാ പോറൻസ് എന്ത് ചെയ്യും? അതായത് അക്വാ പോറൻസ് എന്ത് ചെയ്യും? DCT-യിലും CT-യിലും, അതായത് DCT-യിലും കളക്ടിംഗ് ഡക്റ്റിലും, ഡിസ്റ്റൽ കോൺവല്യൂട്ടഡ് ട്യൂബിലും കളക്ടിംഗ് ഡക്റ്റിലും അക്വാ പോറൻസ് സൃഷ്ടിക്കും. ആ അക്വാ പോറൻസ് വഴി എന്ത് ചെയ്യും? വാട്ടർ തിരിച്ച് റീഅബ്സോർബ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ADHന്റെ ഫംഗ്ഷൻ വരുന്നത്. ADH എപ്പോഴാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിലെ വാട്ടർ കണ്ടന്റ് കുറയുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ ബ്ലഡ് വോളിയം കുറഞ്ഞു വരുന്ന കണ്ടീഷൻസിലാണ് എന്ത് ചെയ്യുന്നത്? ADH സെക്രീറ്റ് ചെയ്യുന്നത്. ADH എവിടെ നിന്നാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഹൈപ്പോതലാമസിൽ നിന്ന്. എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന്. വാട്ടർ കണ്ടന്റ് കുറയുമ്പോൾ എന്ത് ചെയ്യും? ബ്രെയിൻ സിഗ്നൽസ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ടു സെക്രീറ്റ് ദിസ് ADH. ആൻഡ് ADH എന്താ ചെയ്യുന്നത്? ഇറ്റ് ഓപ്പൺ സ്പെഷ്യൽ വാട്ടർ, അതായത് സ്പെഷ്യൽ ആയിട്ടുള്ള ചാനൽസ് ആയിട്ടുള്ള അക്വാ പോറൻസ് എവിടെ ഓപ്പൺ ചെയ്യുന്നത്? ഡിസ്റ്റൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലും കളക്ടിംഗ് ഡക്റ്റിലും ഓപ്പൺ ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് എന്താണ്? വാട്ടറിന്റെ റീഅബ്സോർപ്ഷൻ നടക്കുന്നു. സോ അതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് യൂറിൻ കോൺസെൻട്രേഷൻ കൂടും ആൻഡ് ബ്ലഡ് വോളിയം എന്ത് ചെയ്യും? തിരിച്ച് റീഎസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് എന്ത്? ഫസ്റ്റ് മെക്കാനിസം ADH വഴി വരുന്ന എന്ത്? കിഡ്നിയുടെ ഫസ്റ്റ് മെക്കാനിസം, കിഡ്നി ഫംഗ്ഷൻ റെഗുലേഷന്റെ ഫസ്റ്റ് മെക്കാനിസം ADH വഴി വരുന്നത്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോ രണ്ടാമത്തെ മെക്കാനിസം ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ റാസ് മെക്കാനിസം അല്ലെങ്കിൽ റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോ അതിന് മെയിൻ ആയിട്ടും വരുന്ന ഒരാളാണ് നമ്മുടെ ഈ റെനിൻ. റെനിൻ എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നിയിലെ തന്നെ നമുക്കറിയാം, നമ്മള് എന്താ പറയാ DCT നെഫ്രന്റ് ആർട്ടീരിയോൾ ഇതൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അപ്പോ ഈ ഡിസ്റ്റൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂളിന്റെയും ആരുടെയൊക്കെയാണ്? ഡിസ്റ്റൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂളിന്റെയും അതുപോലെ തന്നെ ആരുടെയും? അഫറന്റ് ആർട്ടീരിയോളിന്റെയും. ഡിസ്റ്റൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂളിന്റെയും അഫറന്റ് ആർട്ടീരിയോളിന്റെയും ജംഗ്ഷനിൽ, ഇവര് രണ്ടുപേരുടെയും ജംഗ്ഷനിൽ വരുന്ന ചില സ്പെഷ്യലൈസ്ഡ് സെല്ലുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ചില സ്പെഷ്യലൈസ്ഡ് സെല്ലുകളുടെ ഒരു കൂട്ടത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ജക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്ന് പറയും. എന്താ വിളിക്കുക? JGA, അതായത് ജക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ്.
അപ്പൊ ഈ അപ്പാരറ്റാസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റാസ് മെക്കാനിസത്തിലെ മെയിൻ ഫംഗ്ഷൻ വഹിക്കുന്നത്. അതായത് എന്ത് നമ്മുടെ റെനിന്റെ സെക്രീഷൻ, അതാണ് അതിലെ ഏറ്റവും വലിയ എന്തെന്ന് പറയുന്നത് മെയിൻ മെക്കാനിസം, അതായത് മെയിൻ ഇവന്റ് എന്ന് പറയുന്നത് എന്താണ് റെനിൻ സെക്രീഷൻ ആണ്. അപ്പൊ അതിനെ സഹായിക്കുന്ന ആൾക്കാരാണ് ഈ ജെക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ്. ജെക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് എവിടെയാണ് കാണപ്പെടുന്നത്? ഡിജിറ്റൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂളിന്റെയും അഫറന്റ് ആർട്ടീരിയോളിന്റെയും ജംഗ്ഷനിൽ കാണപ്പെടുന്ന ചില സ്പെഷ്യലൈസ്ഡ് സെല്ലുകളെയാണ് നമ്മൾ ജെക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിൽ വരുന്ന രണ്ട് മെയിൻ ആൾക്കാരാണ് നമ്മുടെ ഒന്ന് ജെജി സെൽസ് അല്ലെങ്കിൽ എന്ത് ജെക്സ്റ്റാ ഗ്ലോമറുലാർ സെൽസ്. അതുപോലെ തന്നെ വേറൊരു സാധനമുണ്ട്, അതാണ് എന്ത് മാക്യുല ഡെൻസ. രണ്ട് മെയിൻ ആൾക്കാരുണ്ട്. എന്തൊക്കെയാണത്? ഒന്ന് ജെജി സെൽസ് അല്ലെങ്കിൽ ജെക്സ്റ്റാ ഗ്ലോമറുലാർ സെൽസ്, അതുപോലെ തന്നെ എന്തുണ്ട് മാക്യുല ഡെൻസ. ഈ രണ്ടാൾക്കാരാണ് ജെജി അപ്പാരറ്റസിൽ മെയിൻ ആയിട്ടും വരുന്നത്. ഇതിൽ നമ്മൾ ജെജി സെൽസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇതില് ജെജി സെൽസ് ആണ് എന്ത് ചെയ്യുന്നത്? മെയിൻ ആയിട്ടും നമ്മുടെ റെനിൻ സെക്രീറ്റ് ചെയ്യുന്നത്. ജെജി സെൽസ് കാണപ്പെടുന്നത് എവിടെയാണ്? അഫറന്റ് ആർട്ടീരിയോളിലാണ്. അഫറന്റ് ആർട്ടീരിയോളിൽ കാണപ്പെടുന്ന ഇതാണ് എന്തെന്ന് പറയുന്നത് ജെജി സെൽസ് എന്ന് പറയുന്നത്. മാക്യുല ഡെൻസ കാണപ്പെടുന്നത് DCT-യിലും. അപ്പൊ എന്താണ് റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ മെക്കാനിസം അതിൽ മെയിൻ റോള് വഹിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ജെജി അല്ലെങ്കിൽ ജെക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ജെജിയിൽ രണ്ട് പാർട്ട് ഉണ്ട്. ഏതൊക്കെയാണത്? ഒന്നാണ് ജെജി സെൽസും അതുപോലെ തന്നെ മാക്യുല ഡെൻസിൻ. ജെജി സെൽസ് കാണപ്പെടുന്നത് എവിടെയാണ്? സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് ഫൗണ്ട് എവിടെ? നമ്മുടെ അഫറന്റ് ആർട്ടീരിയോൾ. പിന്നെ എന്തും വരുന്നുണ്ട് മാക്യുല ഡെൻസ. മാക്യുല ഡെൻസ അത് DCT-യിൽ കാണപ്പെടുന്നു. ഇവർക്ക് പലർക്കും രണ്ടുപേർക്കും രണ്ട് ഫങ്ഷൻസ് ആണ് വരുന്നത്. ജെജി സെൽസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ റെനിന്റെ സെക്രീഷൻ ആണ്. മാക്യുല ഡെൻസയുടെ ഫംഗ്ഷൻ എന്താണ്? DCT-യിൽ വരുന്ന നമ്മുടെ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ, സോഡിയം കോൺസെൻട്രേഷൻ നോക്കലാണ്. അതായത് അത് മോണിറ്റർ ചെയ്യലാണ്. അതായത് ട്യൂബ്യൂൾസ് വഴി ഒഴുകി പോകുന്ന സോഡിയം കോൺസെൻട്രേഷൻ മോണിറ്റർ ചെയ്യലാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? മാക്യുല ഡെൻസയുടെ ഫംഗ്ഷൻ. ഇവരാണ് എന്ത് ചെയ്യുന്നത്? റാസ് മെക്കാനിസത്തിലെ ഏറ്റവും മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ജെജി ആണ്, ജെക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ്. എവിടെ കാണപ്പെടുന്ന? DCT-യിലെയും അഫറന്റ് ആർട്ടീരിയോളും കൂടി ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത്. DCT അഫറന്റ് ആർട്ടീരിയോളും ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടാകുന്നതാണ് എന്ത്? ഈ ജെക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് റാസ് മെക്കാനിസത്തെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. റാസ് മെക്കാനിസത്തില് നമ്മൾ എന്താണ് ഇങ്ങനെ ഒരു സിനേറിയോ ആലോചിക്കുക. നമ്മൾ ഏകദേശം പറഞ്ഞു, നമ്മൾ എന്താണ് വെള്ളം കുടിക്കുന്നത് കുറഞ്ഞു, അപ്പൊ ബ്ലഡിലുള്ള വാട്ടർ കോൺസെൻട്രേഷൻ കുറഞ്ഞു. അപ്പൊ ഇതുപോലെ തന്നെ വേറൊരു റാസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ആലോചിക്കാം, നമ്മുടെ എന്ത് കുറഞ്ഞു? ബ്ലഡ് പ്രഷർ കുറഞ്ഞു എന്നുള്ളത് വിചാരിക്കാം. ബ്ലഡ് പ്രഷർ കുറഞ്ഞു, അതായത് ഇപ്പൊ നമുക്ക് സിവിയർ ബ്ലഡ് ലോസ് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്ന് നമ്മുടെ ബ്ലഡ് പ്രഷർ കുറഞ്ഞു, നമ്മുടെ ECF വോളിയം കുറഞ്ഞു. അപ്പൊ ECF വോളിയം കുറഞ്ഞു. അങ്ങനെ വരുന്ന സമയത്താണ് സാധാരണ ആര് സ്റ്റിമുലേറ്റ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? റാസ് മെക്കാനിസംസ് സ്റ്റാർട്ട്. അപ്പൊ ബ്ലഡ് പ്രഷർ കുറഞ്ഞു എന്ത് ചെയ്യും? നോർമലി ബ്ലഡ് പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ GFR റേറ്റും എന്ത് ചെയ്യും? കുറയും. GFR റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ യൂറിൻ ഔട്ട്പുട്ടിനെയും ബാക്കി എല്ലാത്തിനെയും എന്ത് ചെയ്യും? അത് ബാധിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ ഈ ബ്ലഡ് പ്രഷർ കുറയുന്ന സമയത്ത് എന്താണ്, അതായത് ലോ BP വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താണ് ECF എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിന്റെ എന്ത് ലെവല് കുറയുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ തന്നെ സോഡിയത്തിന്റെ ലെവല് കുറയുന്ന സമയത്ത്, അപ്പൊ ഈ മൂന്നെണ്ണാണ് എന്ത് സ്റ്റിമുലസ് ആയിട്ട് വരുന്നത്. എന്തൊക്കെയാണ്? BP, ലോ BP, ലോ ECF ആൻഡ് ലോ സോഡിയം. BP കുറയുന്ന സമയത്ത്, ECF കുറയുന്ന സമയത്ത്, സോഡിയത്തിന്റെ ലെവൽ കുറയുന്ന സമയത്ത്. BP, ECF, സോഡിയം കുറയുന്ന സമയത്ത്. അപ്പൊ ഈ മൂന്ന് ഫാക്ടേഴ്സ് വരുന്ന സമയത്ത് എന്തുണ്ടാവുന്നു? ഈ ജെജി സെൽസ്, അതായത് ജെക്സ്റ്റാ ഗ്ലോമറുലാർ സെൽസ് എന്ത് സെക്രീറ്റ് ചെയ്യും? റെനിൻ എന്ന് പറയുന്ന പ്രത്യേകതരം ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. റെനിൻ എന്ന് പറയുന്ന പ്രത്യേകതരം ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. ഈ റെനിൻ എന്ത് ചെയ്യും? ആൻജിയോടെൻസിൻ എന്ന് പറയുന്ന ഒരു പെപ്റ്റൈഡിനെ എന്താക്കി മാറ്റും? ആൻജിയോടെൻസിൻ 1 ആക്കി മാറ്റും. റെനിൻ എന്താ ചെയ്യുന്നത്? ആൻജിയോടെൻസിനോജനെ എന്താക്കി മാറ്റും? ആൻജിയോടെൻസിൻ 1 ആക്കി മാറ്റും. ആൻജിയോടെൻസിനോജനെ റെനിൻ ആൻജിയോടെൻസിൻ 1 ആക്കി മാറ്റും. ഈ ആൻജിയോടെൻസിൻ 1 വന്നു. ആൻജിയോടെൻസിൻ 1 വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലങ്സിൽ നിന്നും
വേറെ സ്പെഷ്യൽ ആള് സെക്രീറ്റ് ചെയ്യപ്പെടും. അതാണ് ACE. എന്താണ് ACE എന്ന് പറയുന്നത്? ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം. എന്താണ് ACE എന്ന് പറയുന്നത്? ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം. ഈ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം വന്നിട്ട് ആൻജിയോടെൻസിൻ 1 എന്താക്കി മാറ്റും? ആൻജിയോടെൻസിൻ 2 ആക്കി മാറ്റും. അതിന്റെ ഒന്നുകൂടി പറയാം. അതായത് എന്താണ്? BP കുറയുക, ലോ BP, ലോ ECF, ലോ സോഡിയം ലെവൽ causes the JG cells to secrete renin. Renin causes the conversion of angiotensinogen to angiotensin 1. ഈ ആൻജിയോടെൻസിൻ 1 വന്നു കഴിഞ്ഞാൽ ലങ്സ് എന്താണ്? നമ്മുടെ ലങ്സ് എന്ത് സെക്രീറ്റ് ചെയ്യും? ACE അല്ലെങ്കിൽ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം എന്ന് പറയുന്ന പ്രത്യേകം എന്താണ്? എൻസൈം സെക്രീറ്റ് ചെയ്യും. ആൻഡ് ഇറ്റ് കോസസ് ദ കൺവേർഷൻ ഓഫ് ആൻജിയോടെൻസിൻ 1 into ആൻജിയോടെൻസിൻ 2. ആൻജിയോടെൻസിൻ 2 വന്നു. ഈ ആൻജിയോടെൻസിൻ 2 എന്ത് ചെയ്യും? നമ്മുടെ GFR-നെ റെഗുലേറ്റ് ചെയ്യും, വാട്ടർ ഇൻടേക്ക് കൂട്ടും, അതുപോലെ തന്നെ ആരെ സെക്രീഷൻ ഇൻക്രീസ് ചെയ്യും? ADH സെക്രീഷനെ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ആൻജിയോടെൻസിൻ 2 വന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇറ്റ് റെഗുലേറ്റ്സ് ദ GFR, increases the water intake and increases the ADH secretion. ഓക്കെ, ഇനി ആൻജിയോടെൻസിൻ 2ന്റെ മേലെ വേറൊരാൾ ആക്ട് ചെയ്യും. അതാണ് എന്ത്? ആൻജിയോടെൻസിനേസസ്. ആരാണ് ആക്ട് ചെയ്യുന്നത്? ആൻജിയോടെൻസിനേസസ്. അതെന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ആൻജിയോടെൻസിൻ 2നെ ആൻജിയോടെൻസിൻ 3 ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഞാൻ പറഞ്ഞ അവിടെ എന്താണ്? നമ്മുടെ ലോ സോഡിയം കണ്ടന്റ് ഉണ്ട്, ബ്ലഡിലെ സോഡിയം ലെവല് കുറവാണ്. അപ്പൊ അങ്ങനെ വന്ന് എന്ത് ചെയ്യും? ആരാണ് സോഡിയം റീഅബ്സോർപ്ഷന് സഹായിക്കുന്നത്? ആൽഡോസ്റ്റിറോൺ ആണ്. അപ്പൊ ആൻജിയോടെൻസിൻ 3 ആയിട്ട് കൺവേർട്ട് ചെയ്യും ആൻജിയോടെൻസിൻ 2 ആൻജിയോടെൻസിനേസസ്. ആൻഡ് ഇറ്റ് കോസസ് എന്താണ്? സെക്രീഷൻ ഓഫ് ആൽഡോസ്റ്റിറോൺ. ആൽഡോസ്റ്റിറോൺ സെക്രീഷൻ ഉണ്ടാക്കും. അതുപോലെ തന്നെ എന്തുണ്ടാക്കും? വാസോ കൺസ്ട്രിക്ഷനും ഉണ്ടാക്കും. അത് എന്തുണ്ടാക്കും? ആൽഡോസ്റ്റിറോൺ സെക്രീഷൻ ഉണ്ടാക്കും. ആൽഡോസ്റ്റിറോൺ സെക്രീഷൻ വന്ന് എന്ത് ചെയ്യും? സോഡിയം റീഅബ്സോർപ്ഷൻ നടക്കും. സോഡിയം റീഅബ്സോർപ്ഷൻ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ബ്ലഡിലെ സോഡിയത്തിന്റെ ലെവല് കൂടും ആൻഡ് കോസസ് വാസോ കൺസ്ട്രക്ഷൻ. ഇതാണ് റാസ് മെക്കാനിസം. ഒന്നുകൂടി പറയാം. ഇപ്പൊ റാസ് മെക്കാനിസം എവിടെയാണ് നടക്കുന്നത്? ജെക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസിലാണ് നടക്കുന്നത്. ജെക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് എവിടെയാണ് വരുന്നത്? ഡിസ്റ്റൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂളിന്റെയും അഫറന്റ് ആർട്ടീരിയോളിന്റെ ജംഗ്ഷനിലാണ് വരുന്നത്. ജെക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസിൽ എന്തുണ്ട്? രണ്ട് മെയിൻ ആൾക്കാരുണ്ട്. ആരൊക്കെയാണത്? ഒന്നാണ് JG സെൽസ്. JG സെൽസ് എവിടെ കാണപ്പെടുന്നത്? അഫറന്റ് ആർട്ടീരിയോളിലെ സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ്. പിന്നെ വരുന്നതാണ് മാക്യുല ഡെൻസ. മാക്യുല ഡെൻസ എവിടെ കാണപ്പെടുന്നത്? DCT-യിലാണ്. അപ്പൊ ഈ JG സെൽസ് ആണ് എന്ത്? റെനിൻ സെക്രീഷന് കാരണമാവുന്നത്. മാക്യുല ഡെൻസ ആണെങ്കിലോ ഇറ്റ് മോണിറ്റേഴ്സ് ദ ലെവൽ ഓഫ് സോഡിയം ഇൻ ദ ഫിൽട്രേറ്റ്. ഫിൽട്രേറ്റിലെ സോഡിയം ലെവൽ എന്തോളം വരുന്നുണ്ടെന്നുള്ളത് നോക്കും. അപ്പൊ എന്താ ചെയ്യുന്നത്? ഈ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം വഴി, അതായത് BP കുറയുക, ലോ BP, ECF കുറയുക, ലോ ECF അല്ലെങ്കിൽ ബ്ലഡിലെ സോഡിയം ലെവൽ കുറയുക, അങ്ങനെ വരുന്ന സമയത്ത് JG സെൽസ് എന്ത് ചെയ്യും? റെനിൻ സെക്രീറ്റ് ചെയ്യും. റെനിൻ കോസസ് ദ conversion of angiotensinogen to angiotensin 1, and angiotensin 1 is converted to angiotensin 2 by ACE or angiotensin converting enzyme that is released by the lungs. And angiotensin 2 causes it regulates the GFR, increases the water intake and increases the ADH secretion. ADH നമ്മൾ നേരത്തെ കണ്ടു. അത് കഴിഞ്ഞിട്ട് angiotensin 2 in the presence of angiotensinosis gets converted into angiotensin 3, and this angiotensin 3 എന്താ ചെയ്യുന്നത്? Increases the aldosterone secretion. Aldosterone causes sodium reabsorption and also causes vasoconstriction. And angiotensin 3 is converted into angiotensin 4. Angiotensin 4ന്റെയും ഫംഗ്ഷൻ ഇത് തന്നെയാണ് വരുന്നത്. അതായത് GFR റെഗുലേറ്റ് ചെയ്യുക, വാട്ടർ ഇൻടേക്ക് അല്ലെങ്കിൽ വാട്ടർ റീഅബ്സോർപ്ഷൻ കൂട്ടുക, അതുപോലെ തന്നെ എന്താണ്? ADH സെക്രീഷൻ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ് എന്ത്? റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ മെക്കാനിസം. ബ്ലഡ് പ്രഷർ കുറയുന്ന സമയത്ത്, ECF കുറയുന്ന സമയത്ത്, സോഡിയം ബ്ലഡിലെ സോഡിയം ലെവൽ കുറയുന്ന സമയത്താണ് എന്ത്? മെയിൻ ആയിട്ടും എന്ത്? റാസ് മെക്കാനിസം ആക്ടിവേറ്റഡ് ആവുന്നത്. അപ്പൊ നമ്മള് മൂന്നാമതായിട്ട് കാണാൻ പോകുന്ന മെക്കാനിസം ആണ് എന്ത്? ആട്രിയൽ നാട്രിയൂരിറ്റിക് ഫാക്ടർ അല്ലെങ്കിൽ ANF എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന മെക്കാനിസംസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരുന്നു? ഒന്ന് ADH ആണ്, അതുപോലെ തന്നെ എന്താണ് റാസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് ബ്ലഡ് വോളിയം കുറയുന്ന സമയത്ത്, അതായത് ബ്ലഡിലെ വാട്ടർ കോൺസെൻട്രേഷൻ കുറയുന്ന സമയത്ത്, അതുപോലെ തന്നെ എന്താണ് ബ്ലഡ് പ്രഷർ കുറയുന്ന സമയത്ത്, അത്തരം കണ്ടീഷൻസിൽ
വരുന്ന റെഗുലേഷൻ സിസ്റ്റം ആണ് എന്തെന്ന് നമ്മൾ ഇതുവരെ പഠിച്ചത് മൊത്തം. അതായത് ADH ആയാലും റിനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ സിസ്റ്റം ആയാലും ഇതൊക്കെ എന്താണ് നമ്മള് ബ്ലഡ് വോളിയം കുറയുന്ന സമയത്ത് അല്ലെങ്കിൽ BP കുറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇതാണ്. അത് മാത്രമല്ല നമ്മുടെ ബോഡി നടക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് സംഭവിക്കാതെയായിരിക്കും. അതായത് നമ്മുടെ ബ്ലഡ് പ്രഷർ വല്ലാണ്ട് കൂടി അല്ലെങ്കിൽ എന്താണ് ബ്ലഡ് വോളിയം വല്ലാണ്ട് കൂടി. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാം, ഇപ്പൊ റെയിനി സീസൺ ആണ്. അപ്പൊ റെയിനി സീസൺ വരുന്ന സമയത്ത് നമ്മൾക്കറിയാം നമ്മുടെ ബോഡിയിൽ നിന്ന് വരുന്ന വാട്ടർ ലോസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. അതായത് എയർപോഴി ആയാലും ബാക്കി ഇതൊക്കെ വഴിയുള്ള വാട്ടർ ലോസ് വളരെ കുറവായിരിക്കും. ആൻഡ് വി ആർ ഡ്രിങ്കിങ് എ ലോട്ട് ഓഫ് വാട്ടർ. നമ്മൾ റെയിനി സീസൺ ആയി കഴിഞ്ഞാൽ സാധാരണ വെള്ളം കുടിക്കുന്നത് കുറയും അല്ലെ? എന്തുകൊണ്ടാണ്? നമുക്ക് തേഴ്സ്റ്റ് കുറയും. അപ്പൊ അതുകൊണ്ട് തന്നെ ചിന്തിക്കാം, നിങ്ങൾ റെയിനി സീസൺ ആണ്, നല്ല റെയിനി സീസണിന്റെ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാണ്? ഒരുപാട് വെള്ളം കോരി കുടിക്കുകയാണ്, ലിറ്റർ കണക്കിന് വെള്ളം എന്ത് ചെയ്യാണ് നിങ്ങൾ കുടിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ബ്ലഡ് വോളിയം, ഇത് നമ്മുടെ ഈ കുടിക്കുന്ന വെള്ളമൊക്കെ എങ്ങോട്ടേക്ക് ഇതാക്കും? നമ്മുടെ ബ്ലഡിലേക്ക് കിടന്നിട്ട് നമ്മുടെ ബ്ലഡ് വോളിയം എന്ത് ചെയ്തു? കൂടി എന്ന് വിചാരിക്കുക. നമ്മുടെ ബ്ലഡ് വോളിയം കൂടി, അതുപോലെ തന്നെ നമ്മുടെ BP അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാൽ നമ്മുടെ BP കൂടി അല്ലെങ്കിൽ ബ്ലഡ് വോളിയം കൂടുന്ന ഒരു സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ അത്തരം കേസസിൽ, അതായത് എന്താണ് നമ്മൾ നേരത്തെ പഠിച്ച റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ സിസ്റ്റത്തിന്റെ നേരെ ഓപ്പോസിറ്റ് സിനാറിയോ, അങ്ങനെ ഒരെണ്ണം ചിന്തിക്കുക. അപ്പൊ അത്തരം കേസസിലാണ് എന്ത് വരുന്നത്? ഈ ആട്രിയൽ നാട്രിയൂറിറ്റിക് ഫാക്ടർ. അതായത് നമ്മൾ നേരത്തെ പഠിച്ച രണ്ട് മെക്കാനിസത്തിന്റെയും എന്താണ് ഒരു ആന്റഗോണിസ്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതാണ് എന്ത്? ഈ ആട്രിയൽ നാട്രിയൂറിറ്റിക് ഫാക്ടർ എന്ന് പറയുന്നത്. മെയിൻലി ആക്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ഹൈ ബ്ലഡ് പ്രഷർ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഹൈ ബ്ലഡ് വോളിയം വരുന്ന സമയത്താണ് എന്ത്? ആട്രിയൽ നാട്രിയൂറിറ്റിക് ഫാക്ടർ സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോ ഇത് എങ്ങനെയാണ് ആട്രിയൽ നാട്രിയൂറിറ്റിക് ഫാക്ടർ സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്? നാട്രിയൂറിറ്റിക് ഫാക്ടർ എവിടെ നിന്നാണ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്? നമ്മുടെ ആട്രിയൽ നിന്നാണ്, ഹാർട്ടിന്റെ ആട്രിയത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? സെക്രീറ്റ് ചെയ്യുന്നത്. എവിടെ നിന്നാണ്? ഹാർട്ടിന്റെ ഏട്രിയത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആട്രിയൽ നാട്രിയൂറിറ്റിക് ഫാക്ടർ മെയിൻ ആയിട്ട് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ എങ്ങനെയാണ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്? ഇപ്പൊ നമുക്കറിയാം ബ്ലഡ് വോളിയം കൂടി. അപ്പോ ബ്ലഡ് വോളിയം കൂടുന്ന സമയത്ത് എന്തുണ്ടാവും? വീനസ് റിട്ടേണും കൂടും. വീനസ് റിട്ടേൺ, അതായത് ഹാർട്ടിലേക്കുള്ള വീനസ് റിട്ടേൺ എന്ത് ചെയ്യും? കൂടും. വീനസ് റിട്ടേൺ കൂടുന്ന സമയത്ത് എന്തുണ്ടാവും? നമ്മുടെ ആട്രിയം എന്താവും? സ്ട്രെച്ച്ഡ് ആവും, ഭയങ്കര സ്ട്രെച്ച്ഡ് ആവും. അപ്പൊ ആട്രിയം ഭയങ്കരമായിട്ട് സ്ട്രെച്ച്ഡ് ആവുന്ന സമയത്ത് അവിടെയുള്ള ചില പ്രത്യേക തരം സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് ഉണ്ട്. ആ സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യും? നമ്മുടെ ആട്രിയൽ മസിൽ സെൽസിനെ എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്യും. അവിടെ നിന്നാണ് എന്ത് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്? ആട്രിയൽ നാട്രിയൂറിറ്റിക് ഫാക്ടർ അല്ലെങ്കിൽ ANF സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ എവിടെ നിന്നാണ് ANF, എങ്ങനെയാണ് ANF സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്? ബ്ലഡ് വോളിയം കൂടും. ബ്ലഡ് വോളിയം കൂടുമ്പോൾ എന്ത് കൂടും? വീനസ് റിട്ടേൺ, ഹാർട്ടിലേക്കുള്ള വീനസ് റിട്ടേൺ കൂടും. വീനസ് റിട്ടേൺ കൂടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ആട്രിയം സ്ട്രെച്ച്ഡ് ആവും. വീനസ് റിട്ടേൺ കൂടുമ്പോൾ ആട്രിയം സ്ട്രെച്ച്ഡ് ആവും. അപ്പൊ എന്താണ്? ഈ ആട്രിയം സ്ട്രെച്ച്ഡ് ആവുന്ന സമയത്ത് ആട്രിയത്തിലുള്ള ചില പ്രത്യേക തരം സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് ആട്രിയത്തിലുള്ള മസിൽ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? ഈ ആട്രിയൽ നാട്രിയൂറിറ്റിക് ഫാക്ടർ അല്ലെങ്കിൽ ANF പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്വിച്ച് ഓഫ് ആണ്. അതായത് ബ്ലഡ് വോളിയം കൂട്ടുന്ന, നമ്മുടെ ബ്ലഡ് വോളിയം കൂട്ടാൻ സഹായിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? അയാൾ ഓഫ് ആക്കി വെക്കും. ഒരു സ്വിച്ച് ഓഫ് മെക്കാനിസം ആണ് എന്തെന്ന് പറയുന്നത്? ഈ ആട്രിയൽ നാട്രിയൂറിറ്റിക് ഫാക്ടർ എന്ന് പറയുന്നത്. അയാൾ എന്താ ചെയ്യുന്നത്? അതായത് ആദ്യം തന്നെ റെനിൻ പ്രൊഡക്ഷനെ ഷട്ട് ഡൗൺ ചെയ്യും. ജെബി സെൽസിൽ നിന്നുള്ള റെനിൻ പ്രൊഡക്ഷനെ ഷട്ട് ഡൗൺ ചെയ്യും. റെനിൻ പ്രൊഡക്ഷൻ ഷട്ട് ഡൗൺ ചെയ്താൽ തന്നെ എന്തുണ്ടാവും? റാസ് മെക്കാനിസം മൊത്തമായിട്ട് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ആവും. അപ്പൊ അതെന്താ ചെയ്യുന്നത്? ഇറ്റ് ഷട്ട്സ് ഡൗൺ ദി റെനിൻ സെക്രീഷൻ. റെനിൻ സെക്രീഷൻ ഷട്ട് ഡൗൺ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് റാസ് മെക്കാനിസം എന്ത് ചെയ്യും? സ്റ്റോപ്പ് ആവും. പിന്നെന്താ ഉണ്ടാവുന്നത്? വേറെ വാട്ടർ റിട്ടേണിങ് ആയിട്ടുള്ള ഹോർമോൺ നമ്മൾ പഠിച്ചത് ഏതാണ്? ADH ആണ്. എന്താണ്? ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ അല്ലെങ്കിൽ വാസോപ്രസിൻ. അതിനെ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യും? അതിന്റെ സപ്രസ് ചെയ്യും. ADHനെ സപ്രസ് ചെയ്യും, മീഡിയ സെക്രീഷനെ സപ്രസ് ചെയ്യും. മീഡിയ സെക്രീഷൻ സപ്രസ് ആയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നത്? വാട്ടർ എന്ത് ചെയ്യാൻ തുടങ്ങും? വാട്ടറിന്റെ റീഅബ്സോർപ്ഷൻ നടക്കില്ല. വാട്ടർ എന്ത് ചെയ്യാൻ തുടങ്ങും? യൂറിൻ വഴി എക്സസീവ് ആയിട്ട് എന്ത് ചെയ്യും? വാട്ടർ എക്സ്ക്രീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ എന്താണ്? ആൽഡോസ്റ്റിറോണിന്റെ സെക്രീഷനെയും സപ്രസ് ചെയ്യും. ആൽഡോസ്റ്റിറോൺ സെക്രീഷനെ സപ്രസ് ചെയ്ത എന്ത് ചെയ്യും? സോഡിയം
എന്ത് ചെയ്തോണ്ടിരിക്കും, റീഅബ്സോർപ്ഷന് ഇതാക്കും. അപ്പൊ സോഡിയം എന്ത് ചെയ്യും, യൂറിൻ വഴി എന്തായിക്കൊണ്ടിരിക്കും, പോയിക്കൊണ്ടേ ഇരിക്കും. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് അട്രിൽ നാട്രി യൂറിറ്റിക് ഫാക്ടറിന്റെ ഫംഗ്ഷൻ. മെയിൻ ആയിട്ടൊരു സ്വിച്ച് ഓഫ് മെക്കാനിസം ആണ്. അതായത് ബ്ലഡ് വോളിയം അല്ലെങ്കിൽ ബി പി, നമ്മൾ നേരത്തെ പഠിച്ചതിന്റെ ഒക്കെ ഒരു ആന്റിഗോണിസ് മെക്കാനിസം ആണ്. അതായത് ബ്ലഡ് വോളിയം അല്ലെങ്കിൽ ബി പി കൂടുന്ന സമയത്ത് എങ്ങനെയാണ് റെഗുലേഷൻ വരുന്നത് എന്നുള്ളതാണ് എന്ത് അട്രിൽ നാട്രി യൂറിറ്റിക് ഫാക്ടറിൽ വരുന്നത്. അപ്പൊ എങ്ങനെയൊക്കെയാണ് വരുന്നത്, ഇറ്റ് ഷട്ട്സ് ഡൗൺ ദി റെനിൻ സെക്രീഷൻ ബൈ ദി ജെഗി സെൽസ്. ജെഗി സെൽസിൽ നിന്നുള്ള റെനിൻ സെക്രീഷനെ സപ്രസ് ചെയ്യുന്നു. അതെന്ത് ചെയ്യുന്നു, ബ്ലോക്സ് എ ഡി എച്ച് ആന്റി ഡയബറ്റിക് ഹോർമോണെ ബ്ലോക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ്, ആൽഡോസ്റ്റിറോൺ സെക്രീഷനെ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് എന്തിൽ വരുന്നത്, അട്രിയൽ നാട്രി യൂറിറ്റിക് ഫാക്ടറിൽ വരുന്നത്. അപ്പൊ ഇതാണ് മൂന്ന് ഹോർമോണൽ മെക്കാനിസംസ്, അതായത് എന്തിന്റെ കിഡ്നി ഫംഗ്ഷന്റെ റെഗുലേഷനിൽ വരുന്ന 3 ഹോർമോണൽ മെക്കാനിസംസ് ആണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചെറിയ കോൾഡും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ സൗണ്ടും കുറച്ച് പതുക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ ആവാത്ത പോർഷൻസ് ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാം. ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എടുത്തു തരുന്നതാണ്. അപ്പൊ ഈ മൂന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതിന് മുമ്പ് എടുത്ത വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് എല്ലാം ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. ട്യൂബുലാർ സെക്രീഷൻ, റീഅബ്സോർപ്ഷൻ ആണെങ്കിലും കൗണ്ടർ കറന്റ് ആണെങ്കിലും അതുപോലെ തന്നെ പ്രഷർ ആണെങ്കിലും, അതായത് പ്രഷർ ഗ്രേഡിയൻസ് ആണെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. 3 ടോപ്പിക്കും വെച്ചിട്ട് ഞാൻ ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതിന്റെ ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ ഒരു ചെറിയ പോസ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോയിൽ ഞാൻ പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം. അത് നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ചാപ്റ്റർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഞാൻ ഒരു പുതിയ ചാപ്റ്റർ ആയിട്ട് ഞാൻ തുടങ്ങുന്നതാണ്, വേറൊരു ചാപ്റ്റർ തുടങ്ങുന്നതാണ്. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസ് ഒക്കെ എന്താണ് ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കുക, അതൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. നന്നായി പഠിക്കുക, എല്ലാവരും നന്നായി റെസ്റ്റ് എടുക്കുക. അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബൈ.